അടുത്ത മത്സരാർത്ഥിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു, ജന്യ.
ഹായ് ജന്യ. ഹലോ സർ. എവിടെയാ നാട്ടില്? ബോംബെന്നാണ്. ആരൊക്കെയുണ്ട് വീട്ടില്? അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, വൈഫ്, സോറി ഹസ്ബൻഡ്, മോൻ. ഹസ്ബൻഡിന്റെ വൈഫും മോനുണ്ട്, പിന്നെ ഫാദർ ഇൻ ലോ. എല്ലാരും ഉണ്ട്. നല്ല വലിയ കുടുംബമാണ്. അപ്പൊ ഓവർ ടു യു സുദീപ് ആൻഡ് മൃദുല. ജന്യ പാടുന്നത് കേട്ടപ്പോ എനിക്ക് എവിടെയോ മാധുര്യമ്മയുടെ ഒരു സ്റ്റൈല് പല സ്ഥലത്തും എനിക്ക് തോന്നി. എല്ലാരും എന്നോട് പറയാറുണ്ട്. ആണോ? അപ്പൊ കറക്റ്റ് ആണ്, എന്റെ ഒബ്സർവേഷൻ കറക്റ്റ് ആണ്. കർണാടകയാണ് പഠിക്കണേ അല്ലേ? അത് പാട്ട് കേൾക്കുമ്പോഴെന്നെ തോന്നുന്നുണ്ടായിരുന്നു നല്ല ജ്ഞാനമുള്ള ആൾ തന്നെയാണ്. പല ഭാഗങ്ങൾ കേൾക്കുമ്പോഴും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചില ഭാഗങ്ങൾ പാടുമ്പോൾ എക്സ്ട്രാ ഒരു പല നോട്ട്സും കയറി വരുന്നുണ്ട്. മൃദുല, എനിക്കൊരു ആഗ്രഹം, അതിന്റെ ആ സസ്റ്റെയിൻ നോട്ട്സ് ജന്യ പാടുന്ന വേറൊരു രീതിയിലാണ്. സ്നേഹദൂതുമായി വരുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വരുമെന്ന് ഉറപ്പ് തോന്നും. കാര്യം അത്ര കോൺഫിഡന്റ് ആയിട്ടാണ്. സ്നേഹദൂതുമായി വരുമോ എന്നുള്ളത് മൃദുല ഒന്ന് പാടുമോ? സ്നേഹദൂതുമായി വരുമോ. അവിടെ ഒരു എപ്പോഴും എൻഡിങ് നോട്ട്സ് പാടുന്ന സമയത്ത് ഡൈനാമിക്സ് കൊടുക്കുമ്പോഴത്തേക്ക് അതൊരു ബ്യൂട്ടിയാണ്. ആ ഒരു പെയിൻ ആണല്ലോ. അപ്പോൾ ആ ഒരു പെയിൻ ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ അപ്സ് ആൻഡ് ഡൗൺസ് പാട്ടിൽ കൊടുത്തേ പറ്റുള്ളൂ. അതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. പിന്നെ എൻഡിങ് നോട്ട്സ് ഉണ്ടല്ലോ, പെട്ടെന്ന് മുറിച്ചെടുത്ത മാതിരി അങ്ങനെ തോന്നാതെ കുറച്ചുകൂടെ ഒന്ന് ഫീഡ് ഔട്ട് ചെയ്താൽ നല്ല രസമായിരിക്കും എന്ന് തോന്നി. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ പാട്ടിന്റെയൊക്കെ ജീവൻ എന്ന് പറയുന്നത് അതിന്റെ ഭാവമാണ്, അതിന്റെ ഇമോഷൻസ് ആണ്. പ്രിയ സഖി ഗംഗേ പറയൂ പ്രിയമാനസനെവിടെ. ഓ, പാട്ടില്ലേ? ഗുരുവിന്റെ ശിഷ്യന്റെ പാട്ടാണ്. ദേവരായ മാസ്റ്റർ പാട്ടിനൊരു ട്രിബ്യൂട്ട് പോലെയാണ് ജോൺസൺ മാഷ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ചുവട് പിടിച്ചാണ്, എന്നാൽ ഒരിക്കലും അതിലെ ഒരു സംഭവം കോപ്പി ചെയ്യാതെ അതിനൊരു ട്രിബ്യൂട്ടായിട്ട് ചെയ്ത പാട്ടാണ്. അപ്പോൾ ഇത് ടെക്നിക്കൽ കാര്യങ്ങൾ ശരിയാക്കുക, പിന്നെ അതിനേക്കാളൊക്കെ മേലെ ആ ഫീല് നമുക്ക് കേൾക്കുമ്പോൾ തോന്നണം. അത് കുറച്ചുകൂടെ കിട്ടിയാൽ സന്തോഷമായിരിക്കും. ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ജന്യയുടെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ട മൃദുല? കാത്തിരിക്കാം. അപ്പോൾ അതായത് വെയിറ്റിംഗ് ലിസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. യു ആർ ഇൻ വെയിറ്റിംഗ് ലിസ്റ്റ്. താങ്ക് യു. അപ്പം ഞങ്ങളും കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ കാത്തിരിപ്പ് വിഫലമാവാതെ നമ്മുടെ കൂട്ടത്തിൽ സഞ്ചരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. You are watching Haima Voice 2025 and this is Super Senior Category and the round is Johnson Master Round. Welcome the contestant Dr. Amrit Raj. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രി ശ്രുതി ചേർന്നു മൗനം അതു നിൻ മന്ദഹാസമായി പ്രിയതോഴി പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവ
അതോ നിൻ മന്ദഹാസമായി പ്രിയ തോഴി പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. ആദ്യം തമ്മിൽ കണ്ടു മണിമുകിലായി പറന്നുയർന്നു ഞാൻ. പിന്നെ കാണും നേരം പുതുമഴ പോലെ പെയ്തലിഞ്ഞു ഞാൻ. ദിവ്യാനുരാഗമായി ഉലകം പൂത്തുപോയി ഒഴുകൂ. ഒഴുകൂ സരയൂ നദിയായി രാഗോ മാലും പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രി. ശ്രുതി ചേർന്നു മൗനം അതോ നിൻ മന്ദഹാസമായി പ്രിയ തോഴി പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. ഹായ് ഹായ് സർ. ഡോക്ടർ MBBS ഡോക്ടറാണോ? ഞാൻ ആയുർവേദ ഡോക്ടറാണ്. ആയുർവേദിക് ഡോക്ടറാണ്. എന്തായാലും വളരെ സന്തോഷം ഈ ഒരു പാട്ട് ഈ പൊന്നിൽ കുളിച്ച് ഈ ഒരു ഫ്ലോറിൽ കേൾക്കാൻ സാധിച്ചു. ആൻഡ് ബാക്കി നമ്മുടെ ജൂറി പാനൽ പറയട്ടെ. സുദീപ് ആൻഡ് മൃദുല. സത്യം പറഞ്ഞ ഇത്ര ശ്രുതി ശുദ്ധമായിട്ട് ആ ഓരോ നോട്ടിലും ഇഴുകി ചേർന്ന് പാടി. താങ്ക് യു സർ. പിന്നെ ഈ സസ്റ്റൈനെ കുറിച്ചൊരു ടെൻഷനും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ആദ്യത്തെ അങ്ങോട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഹമ്മിങ് ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളും സൂക്ഷ്മമായിട്ട് പഠിച്ച് കൃത്യമായിട്ടൊരു കോമ്പോസിഷൻ എന്താണെന്ന് മനസ്സിലാക്കി എൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് മനസ്സിലാക്കി പാടി. ആദ്യം ഗംഭീരമായിട്ട് പാടി. പിന്നെ ഒരു പ്രശ്നമുണ്ട്, ഡ്യുവറ്റാണ്. അപ്പോൾ അതിൻ്റെ ലിറിക്സും കുറച്ചൊക്കെ അങ്ങനെയാണ്. എന്തായാലും ഈ പാട്ട് ഒറ്റയ്ക്ക് പാടുമെന്ന് പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. അത് ഭംഗിയായിട്ട് നിർവഹിച്ചു. ഒരു ഉഗ്രൻ പാട്ടെടുത്ത് അതിഗംഭീരമായിട്ട് പാടി. ഒരു കാര്യം, അത് പിന്നെ ഗന്ധർവ ഗായകന്റെ മന്ത്രവീണ പോലെ. അതെല്ലാവർക്കും പറ്റുന്ന ഒരു തെറ്റാണ്. മന്ത്രവീണ എന്ന് പറഞ്ഞൊരു വീണയില്ല, മന്ത്രവീണയാണ്. ചന്ദ്രന്റെ ഇന്ദ്രയാണ്. ബേസ് എന്നാണ് അതിന്റെ അർത്ഥം. മന്ത്രസ്ഥായി താരസ്ഥായി എന്നൊക്കെ പറയില്ലേ. ഗന്ധർവ ഗായകന്റെ മന്ത്രവീണ പോലെ എന്നാണ്. അത് മാത്രമേ ഒരു ലിറിക്കൽ മിസ്റ്റേക്ക് ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും കൃത്യമായിട്ട് പാടി. ഉഗ്രൻ പെർഫോമൻസ്. സൂപ്പർ, താങ്ക് യു. സൂപ്പർ ടാലന്റ്. യു ആർ സോ ടാലന്റഡ്. എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആയിരുന്നു. വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഓരോ എൻഡിങ് നോട്ട്സിന് ആ ഗ്ലൈഡ് ഒക്കെ ഉണ്ടല്ലോ, ആ ഗ്ലൈഡ് വന്നിട്ട് അടുത്ത വാക്ക് എടുക്കുന്ന എന്തൊരു പെർഫെക്ഷനിലാണ് പാടിയിരിക്കണേ. അങ്ങനെ ആ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് അത്ര എഫേർട്ട് എടുത്തിട്ടാണ് പഠിച്ചതെന്ന് പാട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പെർഫെക്ഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാനായിട്ട്. കൂളായിട്ട് മ്യൂസിക്കിൽ അലിഞ്ഞ് ചേർന്ന് അങ്ങനെയാണ് പാടുന്നത്. അപ്പൊ അതും നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. നമുക്ക് കാണുമ്പോഴും നമുക്കൊരു സുഖം വേണം. ഓവറോൾ ഭയങ്കര രസമുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ ആഹാ എന്ന് പറഞ്ഞൊരു പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കൂടെ ആരാ വന്നിട്ടുള്ളത്? അമ്മയാണ് സർ. അമ്മയുണ്ട്. അമ്മ ഇങ്ങനെ മ്യൂസിക്കായിട്ട് ബന്ധമുള്ള ആളാണോ? ചെറുപ്പത്തിൽ കുറച്ചൊക്കെ പാടുമായിരുന്നു. അങ്ങനെ മൃദുല ഇപ്പോൾ ഇതെല്ലാം പെർഫോമൻസ് കഴിഞ്ഞിട്ടായതുകൊണ്ട്
മൃദുല അത് വളരെ നോർമലായിട്ട് കേട്ടോണ്ടിരുന്നത്. ഇതിന് മുമ്പാണ്, പാടുന്നതിന് മുമ്പാണ് ഡോക്ടറാണെന്ന് പറഞ്ഞ്, ആയുർവേദ ഡോക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആയാലും കുറച്ച് മാർക്കോട് കൂടുതൽ ഇട്ടാണ്. അതെ അതെ അതെ. എന്താ കാരണം? മൃദുലയുടെ ഹസ്ബൻഡ് അരുൺ, ഡോക്ടർ അരുൺ ആയുർവേദിക് ഫിസിഷ്യനാണ്. സാധാരണ ഞാൻ അവരോട് ചോദിക്കുകയാണ് ഈ എടുക്കാമോ വേണ്ടയോ എടുക്കും. ഞാനൊരു ലിബർട്ടി അങ്ങ് എടുത്തോട്ടെ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നു. സോ ഡോക്ടർ അമൃതരാജ്, യു ആർ ഇൻ. താങ്ക് യു സർ. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു പേര് പോലെ തന്നെ ഒരു അമൃത സംഗീതമായിരുന്നു ഈ വേദിയിൽ നമുക്ക് വേണ്ടിയിട്ട് പൊഴിച്ചത്. താങ്ക് യു. എയിമേന്ന് ഒരു ഭാരവാഹിയെ വിളിച്ചിട്ട് ഒരു മെഡലൂടെ അങ്ങ് തരട്ടെ. ഡോക്ടർ അമൃതരാജിന് മെഡൽ നൽകുന്നത് ശ്രീ സജിമോൻ ജോസഫ്. Thank you, sir. Thank you so much. And all the very best, Dr. Amritraj. താങ്ക് യു സർ. Super Seniors in the category of അവസാനിക്കുമ്പോൾ we are moving on to the next category, that is Juniors Melody Round. ജൂനിയേഴ്സ് കാറ്റഗറിയിലെ മെലഡി റൗണ്ടിൽ വിവാൻ അജയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൊണ്ടാഴിയിലേക്ക് അവൾ പാഞ്ഞു.
ചെല്ലക്കോലൂസിട്ട പെണ്ണ്, പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. ഓ മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 9th. ഞാൻ നിന്നെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ. മഴ പെയ്താ തുള്ളുന്ന പെണ്ണ്. താങ്ക് യു സോ മച്ച്. വെൽക്കം ഗോഡ് ബ്ലെസ് യു. ദൈവം നിന്നെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ മോനെ. താങ്ക് യു സർ. ഓവർ ടു സുദീപ് ആൻഡ് മൃദുല. കിഷോർജി പറഞ്ഞ പോലെ തന്നെ ഒരാഗ്രഹം, ശരിക്കും ഒരു ഹഗ്. മോനെ ഉഗ്രനായിട്ട് പാടി. ഈ പാട്ട് ഇത്രയും ഭംഗിയായിട്ട് വളരെ അപൂർവമായിട്ട് ആരെങ്കിലും പാടി കേട്ടിട്ടുള്ളൂ. കാര്യം അത് എളുപ്പമല്ല പാട്ട് പാടാൻ. താങ്ക് യു സർ. മോൻ ഇതിനു മുമ്പ് ഏതെങ്കിലും ഇതുപോലെ റിയാലിറ്റി ഷോ പ്ലാറ്റ്ഫോംസിൽ എവിടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല സർ. ടെലിവിഷനിൽ ഫസ്റ്റ് ടൈം ആണ്? യെസ് സർ. ഓ, ഞെട്ടിച്ചു. താങ്ക് യു സർ. ഇത് കാണുന്ന എല്ലാവരും ഞെട്ടും. ഇങ്ങനെ ഒരു ടാലന്റ്. ടോപ്പ് സിംഗറിൽ ട്രൈ ചെയ്തില്ലേ? ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അന്ന് കിട്ടിയില്ല. കിട്ടിയില്ല. പെട്ടെന്ന് ഒരാൾക്ക് ഇങ്ങനെ പാടാൻ പറ്റില്ല. കുഞ്ഞിലെ മുതൽ പാട്ട് പഠിക്കുന്നുണ്ടോ? ആ. ടോപ്പ് സിംഗറിൽ കിട്ടിയില്ലെങ്കിൽ എന്ത്, ഇത് ഐമ വോയിസിന്റെ ഈ വേദിയിൽ മോന്റെ ഈ പെർഫോമൻസ് ലോകം കാണുമ്പോൾ മോൻ ആ സങ്കടം മാറും. മാത്രമല്ല ഇതൊരു വലിയ തുടക്കമാണ്. ലോകം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനായിട്ട് വിവാൻ തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സർ. എല്ലാ ആശംസകളും. പാട്ടിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അതിനകത്ത് മോൻ ഒരു സ്ഥലത്തൊരു പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും ആ പാട്ടിലേക്ക് മുഴുകി പാടിയിട്ട് ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ചിലപ്പോൾ വന്നതായിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലർ പറയില്ല കണ്ണ് കിട്ടാതിരിക്കാൻ വന്നതായിരിക്കാം. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വാസമില്ല. എങ്കിലും മോൻ അത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ സംഭവിച്ചു പോകും. പക്ഷെ പല സ്ഥലങ്ങളിലുള്ള പെർഫെക്ഷൻ എന്ന് പറയുന്നത് അത് പറയാൻ പറ്റില്ല, വർണ്ണിക്കാൻ വാക്കുകളില്ല. അത്ര മനോഹരമായിട്ട് പാടി. നമ്മുടെ ഉള്ളു നിറഞ്ഞു, കണ്ണും നിറഞ്ഞു. ഉഗ്രൻ പെർഫോമൻസ്. എനിക്ക് ഇതിന്റെ കമന്റ് എനിക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുന്നില്ല. സുദീപനെ ഒറ്റയ്ക്കാക്കരുത്, നിങ്ങൾ ഒന്നിച്ചു വരൂ. യു ആർ എ ബ്രില്യൻ സിംഗർ. വളരെ വളരെ ടാലന്റഡ് ആണ് കേട്ടോ. ഈ ഒരു പ്രായത്തിലുള്ള കുട്ടി ഇങ്ങനെ പാടും ഞാൻ എക്സ്പെക്റ്റേ ചെയ്തില്ല. സത്യം പറഞ്ഞാൽ അത്രയും ഒരു സൂതിങ് ആയിട്ടുള്ളൊരു പാട്ടാണെങ്കിൽ അതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങളുള്ള ഒരു ബഹുലമായിട്ടുള്ളൊരു പാട്ടാണത്. അപ്പോൾ അത് ബ്രില്യൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സസ്റ്റെയിൻ നോട്ട്സ് ഒക്കെ എന്തൊരു പെർഫെക്ഷൻ ആയിരുന്നു. ആ എൻഡിങ് ഒക്കെ അത് ആര് പഠിപ്പിച്ചു തന്നാ അങ്ങനെ പാടാനായിട്ട്? ഒറ്റയ്ക്ക് തന്നെ മാഷ് പഠിപ്പിച്ചതായിരുന്നു. ആ മാഷിന് വലിയൊരു അപ്രിസിയേഷൻ കൊടുക്കാതെ വയ്യ, കാരണം അത്ര ബ്രില്യൻ്റ് ആയിട്ടാണ്. പേരെന്താ പോലെ? വിജേഷ് ഗോപാൽ സർ. ഓ, നമ്മളെ വിജയ് ചേട്ടനാണ്. വിജേഷ് ഗോപാൽ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. എൻ്റെ ഒരു ബ്രദറാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നിച്ചാണ് ദേവരാജ മാസ്റ്ററുടെ കളരിയിൽ സംഗീതം പഠിച്ചത്. വിജേഷിന്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് അതുപോലെയാണ്, പെർഫെക്ഷനിസ്റ്റ് ആണ്. വലിയൊരു ഗുരു പരമ്പരയിൽ നിന്ന് കിട്ടിയതുപോലെയാണ് സംഗീതം കിട്ടിയിരിക്കുന്നത്. ഞാൻ വിജയ് ചേട്ടൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. അതുപോലെ മോനത് പാടാനും പറ്റണല്ലോ, പഠിപ്പിച്ചാൽ മാത്രം പോലെ മോന്റെ തൊണ്ടയ്ക്കൂടെ അത് വരണല്ലോ. ഗുരുവിന് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. പാടണമെങ്കിൽ മോൻ തന്നെ പാടണല്ലോ. അപ്പോൾ ഞങ്ങളൊക്കെ വളരെ എക്സൈറ്റഡ് ആയി പോയി. അതുകൊണ്ടാണ് ഇവിടെ വന്നത് കേട്ടോ. ലോങ് വേ ടു ഗോ. രണ്ട് പാട്ടുകാർ നമുക്ക് സ്റ്റേജിൽ മോന്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവരെ നമ്മൾ ഗുരുസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മോന് നൽകാനുള്ള മെഡല് ഇവരെ രണ്ടുപേരും കൂടെ തരുന്നതായിരിക്കും. ഞാനും ഒന്ന് കൈ അതിൽ പിടിക്കും. ബുദ്ധിമുട്ടില്ലല്ലോ? പിന്നെ നമ്മള് പ്രേക്ഷകരോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലോ, നമ്മളങ്ങ് എടുത്തു. കൺഗ്രാറ്റുലേഷൻസ്. ഈ ആവേശത്തിനിടയിൽ ആ കാര്യം പറയാൻ വിട്ടുപോയി. മോനിനി എന്താ പറയാനുള്ളത്? ഒറ്റ വാക്കം. ഇച്ചിരി വിശിക്കനാന്ന് തോന്നുന്നല്ലേ? താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ലാവിഷ്. ജൂനിയേഴ്സ് കാറ്റഗറിയിൽ അടുത്തതായിട്ട് സ്വാഗതം ചെയ്യുന്നു സിദ്ധാർത്ഥ് സോണി.
നീരാടുവാൻ നിളയിൽ നീരാടുവാൻ പൂക്കളും കാറ്റിലാടിയുലഞ്ഞു ആലിമാലി മണൽ തട്ടും ആതിര പൂവണിഞ്ഞു ആറ്റുവഞ്ചി പൂക്കളും കാറ്റിലാടിയുലഞ്ഞു ആലിമാലി മണൽ തട്ടും ആതിര പൂവണിഞ്ഞു ആലിൻ്റെ കൊമ്പത്തെ ഗന്ധർവനോ ആരെയോ മന്ത്രമോദി ഉണർത്തിയിടുന്നു നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നമസ്കാരം. നമസ്കാരം. മോൻ എത്ര വയസ്സായി? 10 വയസ്സ്. ഒരുപാട് സന്തോഷമുണ്ട് മോനെ കാണാൻ പറ്റിയത്. താങ്ക് യു. ഓവർ ടു ദ ജഡ്ജസ്. ഹായ് സിദ്ധാർത്ഥ്. ഹായ് സർ. മോൻ്റെ ആ പാട്ടിലുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ, അത് നമ്മൾ പ്രത്യേകം അതിനൊരു അപ്രീസിയേഷൻ കൊടുക്കണം. താങ്ക് യു. ആദ്യത്തെ ഹമ്മിങ് മുതൽ അതുണ്ട്. പക്ഷേ ഈ പാട്ടിൽ എന്താണോ ഉദ്ദേശിച്ചത് അത് മോന് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. ഇത് സങ്കടമുള്ള പാട്ടല്ല. മോൻ പാടിയപ്പോൾ കുറച്ചൊരു വിഷമമൊക്കെ വന്നു എവിടേക്കോ. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ ഹാപ്പി ആയിട്ട് പാടണം. നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ. സങ്കടം വേണ്ട, കുറച്ച് ഹാപ്പി ആയിട്ട് പാടിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പിന്നെ മോനെ ഹമ്മിങ് പാടിയില്ലാതെ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് ഹമ്മിങ്ങും നമ്മൾ കീർത്തനങ്ങൾക്ക് മുമ്പ് പാടുന്ന രാഗാലാപനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹമ്മിങ് എന്ന് പറഞ്ഞാൽ ഈ പാട്ടിലേക്കുള്ളൊരു ചെറിയ ഇൻട്രൊഡക്ഷനാണ്. അപ്പം അത് രാഗം പാടുന്ന പോലെ അങ്ങനെ വലിച്ച് പാടാനുള്ളതല്ല. അത് അദ്ദേഹം പാടിയിരിക്കുന്നത് വളരെ ക്രിസ്പായിട്ടും ഒരു കൃത്യതയിലാണ് പാടിയിരിക്കുന്നത്. അതൊരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. മോനെങ്കിലും അത് ട്രൈ ചെയ്തിട്ടുണ്ട്, ഒരു വിധത്തിലൊക്കെ അത് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ. അത് മോൻ പാടിയപ്പോൾ ആ പാട്ടിൻ്റെ സൗന്ദര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാനുള്ള പ്രായത്തിലേക്ക് എത്തുമ്പോൾ അത് ശരിയാവും. ഇത് നല്ലൊരു തുടക്കമാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സിദ്ധുക്കുട്ട, ഹലോ മാം. വീട്ടിലെന്താ വിളിക്കുക? സിദ്ധു എന്നാണോ വിളിക്കുക? സിദ്ധു. ആ, എനിക്ക് മനസ്സിലായി, കണ്ടോ? അതാണ് അല്ല, സിദ്ധാർത്ഥ പേരുള്ള ആരെയും നമ്മൾ വിളിക്കാറില്ലല്ലോ സിദ്ധു. ഇത് പുതിയ വലിയൊരു മുതലയുടെ ഒരു വലിയൊരു discovery ആയിപ്പോയത്. Thank you so much for that. എന്തായാലും സിദ്ധുക്കുട്ടൻ ഇന്ന് ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട് കാണാൻ. മുണ്ടൊക്കെ ആദ്യമായിട്ടാണ് കൊടുക്കണേ? ഓണത്തിനൊക്കെ കൊടുക്കുന്നുണ്ടാവും അല്ലേ? വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സിംഗർ നിന്ന് പാടുന്ന ഒരു ആ ജസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, കയ്യിലേക്കാണ് ഞാൻ കൂടുതൽ നോക്കിയത്. ഇങ്ങനെ നീരാടുവാൻ ആ കൈ കണ്ടാൽ മതി, ഒരു പ്രൊഫഷണൽ സിംഗറിന്റെ ഒരു എല്ലാ ക്വാളിറ്റിയും തോന്നുന്നുണ്ട്. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു, നൈസ് അറ്റംപ്റ്റ്. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ അത് മോൻ, ഈ കുഞ്ഞു മോൻ വളരെ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിനൊരു കൈയ്യടി കൊടുക്കണ്ടേ? അപ്പൊ നല്ല ടാലന്റഡ് ആണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ബോത്ത് ഓഫ് യു. മോനെ ഒരുപാട് സന്തോഷം വരും. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനെ പോലെ ഒരാൾക്ക് ഇതുപോലത്തെ ഒരു ഫ്ലോറിൽ വന്ന് നിൽക്കാനും നല്ല കോൺഫിഡൻ്റ് ആണ്. കാരണം സാധാരണ ഇത്തരം കുട്ടികൾ ഇത്തരം കോൺഫിഡൻസ് കാണാറില്ല. മോനെ ഈ ഒരു കോൺഫിഡൻസ് മോൻ്റെ പാട്ടിലും മോൻ്റെ ജീവിതത്തിലും പഠിത്തത്തിലും
എല്ലാത്തിലും മുന്നോട്ട് പോട്ടെ. പിന്നെ നമുക്ക് ഇതിന്റെ മാർക്കിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം അല്ലേ? ഐമ വോയ്സ് 2025-ന്റെ 3rd എഡിഷനിൽ ഇന്നിവിടെ മോൻ ജൂനിയർ വിഭാഗത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിലങ്ങ് ഇന്നാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കുറേ ഇതുപോലെ കുഞ്ഞുമക്കൾ ഇനിയുണ്ട്. അവരുടെ കൂടി കേട്ടിട്ട് വേണം മോനെ ഇൻ ആക്കണമെന്ന് തീരുമാനിക്കാൻ. അപ്പോൾ തൽക്കാലം നമ്മൾ തീരുമാനിക്കുന്നത് യു ആർ ഇൻ വെയിറ്റിംഗ് ലിസ്റ്റ്. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അപ്പോൾ അതിൽ നിന്ന് വേറെ മോനെ പോലെ ഒരുപാട് കുഞ്ഞുമക്കളിവിടെ വരാനുണ്ട്. അവരുടെയൊക്കെ പാട്ടൂടെ കേട്ടിട്ട് മോനും ഈ കൂട്ടത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റ് മാറിയിട്ട് സെലക്റ്റഡ് ആയി എന്നുള്ളൊരു ബാനർ ഇവിടെ കാണാൻ ഞാനും ആഗ്രഹിക്കുന്നു. അതിന് മോനെ ഗോഡ് ബ്ലെസ് ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്. കീപ് ഗോയിങ്. Thank you. You are watching AIMA Voice 2025 3rd edition, and this is a juniors round, and the category is melody, and the next contestant is Krishna. बरस बरस बदरा आशा की बूंदें बनके बरस
മോളെ ആ എന്താ സന്തോഷത്തിന്റെ പെരുമഴക്കാലമാണോ പെയ്ച്ചത് അതോ നോവിന്റെ പെരുമഴക്കാലമാണോ പെയ്ച്ചത് എന്ന് നമുക്ക് നോക്കാം അല്ലേ? കൃഷ്ണ, എന്തോ സാർ? പാട്ടിനെ കുറിച്ച് എല്ലാം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. യു ആർ സെലക്ടഡ്. താങ്ക് യു സാർ. പാടി തുടങ്ങി പല്ലവി ആയപ്പോഴേ തീരുമാനമായി അല്ലേ മൃദുല? കാര്യം അത് ഒരു ടാലന്റ് എന്ന് പറയുന്നത് നമുക്കത് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല. തുടങ്ങുമ്പോൾ തന്നെ ഒരു 2 വരി പാടുമ്പോഴേ നമുക്കറിയാം ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അനുപല്ലവി ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്ന് എണീറ്റ് നിന്ന് കൈയടിച്ചിട്ട് പാസ്സാക്കിയേക്കാം, ബാക്കി എന്തിനാ വെറുതെ പാടുന്നതെന്ന് തോന്നിപ്പോയി. പക്ഷേ അപ്പം മൃദുല പറഞ്ഞു അല്ല പാടട്ടെ, നമുക്ക് മുഴുവൻ കേൾക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ആഗ്രഹം കൊണ്ട് മുഴുവൻ നമ്മൾ കേട്ടു. ഈ പാട്ട് അത്ര സിമ്പിളായിട്ട് പാടാൻ പറ്റുന്ന പാട്ടല്ല, ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അതുപോലെ റഫീഖ് അഹമ്മദിന്റെ വരികൾ എന്ന് പറയുന്നത് അതൊരു കവിതയും ഗാനവും തമ്മിലുള്ള അതിർവരമ്പ് പൊട്ടിക്കുന്ന ഒരു പാട്ടാണ്. ഇതൊരു കവിതയാണോ ഇതൊരു പാട്ടാണോ എന്ന് ചോദിച്ചാൽ രണ്ടുമാണ്. മനോഹരമായ ഒരു കവിത പാട്ടായി മാറിയതാണ്. അപ്പൊ അത് മോള് കൃത്യമായിട്ട് പാടിയിട്ടുണ്ട്. ഇതിനകത്തൊന്നും വേറെ പറയാനില്ല. യു ആർ സൂപ്പർ 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 ഡൂപ്പർ. താങ്ക് യു സാർ. കൃഷ്ണക്കുട്ടി, എന്താ പറയണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വേറൊരു ലോകത്തെത്തി. ഞാനൊരു കോമ്പറ്റീഷന് ജഡ്ജായിട്ട് ഇരിക്കുക എന്നുള്ളൊരു കാര്യമേ ഞാൻ മറന്നു. അപ്പം അതാണ് ഒരു സിംഗർക്ക് വേണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി, കേൾക്കുന്ന ആൾക്കാരെ വേറൊരു ലോകത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. താങ്ക് യു മാം. യു ആർ അമേസിംഗ്ലി ടാലൻറ്റഡ് മോളു. നല്ല ഭാവിയുള്ളൊരു കുട്ടിയാണ്. അപ്പം ആരാണ് മോളെ എങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്? എൻ്റെ സ്കൂളിലെ ശ്രീലക്ഷ്മി ടീച്ചറാണ് പാട്ടൊക്കെ പഠിപ്പിച്ചു തരാം. ശ്രീലക്ഷ്മി ടീച്ചർക്ക് വലിയൊരു കയ്യടി. ഈ പാട്ട് ഇവിടെ ആരാ ട്രെയിൻ ചെയ്യിപ്പിച്ചത്? രാധിക മാം. പറയേണ്ട കാര്യമില്ല, അത്രയും നല്ല മാം ആണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. ഒരുപാട് ദൂരം ഇനിയും പോകാനുണ്ട് മോൾക്ക്. നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മാം. ഇതിൽ ഓർക്കസ്ട്രയില് ഒരു കാര്യമുണ്ട്. ഇത് സാരംഗി വായിച്ചിരിക്കുന്ന ഫയാസ് ജിയാണ്. സാരംഗി ഇപ്പോൾ ലൈവായിട്ട് നമുക്ക് വായിക്കുന്നത് സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ബാക്കിംഗ് ലിങ്കുകളെല്ലാം അത് ഓരോ സ്ഥലത്തും കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ മോളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത മ്യൂസീഷ്യൻ ജോബി ചേട്ടനാണ് വയലിനിൽ. അപ്പോൾ ജോബി ചേട്ടനൊരു പ്രത്യേകത ഉള്ളത്, നമ്മുടെ ഇവിടെ ഒരുപാട് കർണാട്ടിക് വയലിനിസ്റ്റുകളുണ്ട്, വെസ്റ്റേൺ പ്ലേയേഴ്സ് ഉണ്ട്. അദ്ദേഹം രണ്ടും വായിക്കുന്നയാളാണ്. അദ്ദേഹം അവിടെ തിരുവനന്തപുരത്ത് സ്വാരനാൾ കോളേജിലെ അധ്യാപകനാണ്. അതോടൊപ്പം തന്നെ ഈ വെസ്റ്റേൺ ട്യൂണിങ്ങും ഈസ്റ്റേൺ ട്യൂണിങ്ങും രണ്ടാണ് വയലിനിൽ. പക്ഷെ അദ്ദേഹം വെസ്റ്റേൺ ട്യൂണിങ്ങിൽ ഈസ്റ്റേൺ പ്ലേ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ വളരെ റയറായിട്ടേ ഉള്ളൂ മ്യൂസീഷ്യൻസ്. അപ്പോൾ ജോബി ചേട്ടൻ വായിച്ചപ്പോഴത്തേക്ക് അത് മോൾക്ക് വലിയ സപ്പോർട്ടായിരുന്നു. അത് ഇമോഷണലി സപ്പോർട്ട് ചെയ്തു. അതിന് ജോബി ചേട്ടനും ഒരു വലിയ കയ്യടി. നമസ്കാരം. താങ്ക് യു സുദീപ്, താങ്ക് യു മൃദുല. ഐമയുടെ വകയായിട്ട് മോൾക്കൊരു മെഡൽ സമ്മാനിക്കുന്നുണ്ട്. അത് സമ്മാനിക്കാൻ വേണ്ടി അനിത പലാരി നാഷണൽ ചെയർപേഴ്സണെ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ കൃഷ്ണ. താങ്ക് യു. അപ്പോൾ എന്തായാലും ഇപ്പം ഇന്നാണ് ഈ ഒരു കാറ്റഗറിയിൽ വിജയമായിട്ട് ഈ വേദിയിൽ തന്നെ മോള് മാറട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ജൂനിയേഴ്സ് കാറ്റഗറിയിലെ മെലഡി റൗണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത മത്സരാർത്ഥിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു, ശിവാനി. గమ పని ని సా సా పని సరి ప మ గ గ మా ప ప మరి ని పని మారి ని ధ ద మ ప ప మ పని ని పని సరి ఆ
നിധികൾ നിറയും ഖനി തേടിയോരോ വനഭൂമി തോറും പരതുന്ന ഹൃദയം പമദസനീ ധനി സമാഗനീധ ആ ഗമപനീനി പനിസഗാഗ മഗസനിധ പസാ വനഭൂമി തോറും പരതുന്ന ഹൃദയം വീശുന്ന കാറ്റിൻ മൂളുന്ന പാട്ടിൽ വനികയിലൊരു കുലമലരിനു ചൊടിതളിലൊരാവേശ മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നുവോ ശിശിരങ്ങൾ തിരയുന്നുവോ ശിശിരങ്ങൾ തിരയുന്നുവോ. ശിവാനി മോള് എവിടുന്നാ വരുന്നത്? നാട്ടിലാണോ? നാഗാലാൻഡിന്ന്. ഓ ശരി. മോള് അവിടെയാണോ ജനിച്ചത്? മോളെ നോക്കേ. അല്ല, ഇവിടെ ജനിച്ചത്, Okay. അവിടെ പഠിക്കുന്നതല്ല. എങ്ങനെ മോള് പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ യൂട്യൂബിലെ ട്യൂട്ടോറിയൽ നോക്കി പഠിച്ചതാ. ആ ഇപ്പം നാഗാലാൻഡിൽ ആര് മലയാളം പാട്ട് പഠിപ്പിക്കാനല്ലേ? അല്ല, ഇപ്പം നാട്ടിൽ വന്നപ്പോ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് മ്യൂസിക് കമ്പോസർ ജെറി അമൽദേവ് സാർ ഇച്ചിരി പഠിപ്പിച്ചു. കറക്ഷൻ. വെരി ഗുഡ്. ഇതിനപ്പുറം എന്ത് ഭാഗ്യം നമുക്ക് വേണ്ടത്. എന്തായാലും പാട്ടിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് രണ്ടാൾക്കാർ ഇവിടെ ഇരിപ്പില്ലേ? ഒരു അങ്കിളും ഒരു ആന്റിയും, അവരോട് ചോദിക്കാം അല്ലേ? ശിവാനിക്കുട്ടി, യെസ് സർ. മോള് നന്നായിട്ട് പാടി, കൊള്ളാമേ. താങ്ക് യു സർ. ജാനകിയമ്മ പാടിയ പാട്ടാണ്, അത് അതുപോലെ പാടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മുടെ പുതിയ ജനറേഷനിൽ അതുപോലെ വോയിസിൽ ഒരുപാട് ടെക്നിക്സും ഇത്തരം കാര്യങ്ങൾ വളരെ സമർത്ഥമായിട്ട് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്ന, ഇവരിൽ നിന്നൊക്കെ പഠിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. മൃദുല എന്ന് പറയും. പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൃദുല പറയും. ഇഷ്ടായി ഇഷ്ടായി. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആണ് അല്ലേ? ആണ്. ആ പാട്ടിന്റെ സെലക്ഷന് വേണം ഒരു കൈയടി. താങ്ക് യു. ഒരുപാട് സ്വരങ്ങളും ഒക്കെ ഉണ്ട്. അത് മോള് നന്നായിട്ട് തന്നെ മാനേജ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ ഒരു ഏജിൽ മോള് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വലുതാകുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ്, ഓൾമോസ്റ്റ് ആ ഒരു പെർഫെക്ഷൻ ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ടാലന്റ് ഉണ്ട് മോൾക്ക്, അതുകൊണ്ടാണ് ആൻറ്റി പറഞ്ഞത് കേട്ടോ. താങ്ക് യു ആൻറ്റി. ഓൾ ദി ബെസ്റ്റ്. ഈ പാട്ടിന്റെ ഓർക്കസ്ട്രേഷൻ, ഇതൊരു സിത്താറും തബലയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ശ്യാം സാറ് വളരെ, നമ്മൾ അതിനു മുമ്പ് മലയാളം പാട്ടുകൾ കേൾക്കാത്ത രീതിയിലാണ് അതിന്റെ സിത്താർ ബിറ്റൊക്കെ. അത് നിഷാന്ത് ഉക്കറിനായിട്ട് വായിച്ചു. അതുപോലെ തബല രണ്ടുപേരും കൂടി അത് വായിക്കുന്ന ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് ജെയിനും ദാസനും രണ്ടുപേരും കൂടി തകർത്തു. വേറൊരു കാര്യം, ഈ പാട്ടിന്റെ ഒരു സ്പെഷ്യാലിറ്റി, ഈ പാട്ടിൽ ഒരു സങ്കേതം, ഇത് അതുവരെ സിനിമയിൽ പാട്ടുകൾ ഉപയോഗിക്കാത്ത ഒരു സങ്കേതം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് അനുപല്ലവിയുടെ ട്യൂണാണ് ആദ്യം പാടുന്നത്, ലിറിക്സ് ഇല്ല, സ്വരമായിട്ട് പാടും. ഫുൾ അനുപല്ലവിയുടെ ട്യൂണുണ്ട്. നിരിസ ദസനി പനിതഗമ പാപ്പ, അത് മിഴിനീർ കണമാഴ്ത്തു വീഴ, അത് വരുന്ന ആ ട്യൂൺ തന്നെ പല്ലവി തുടങ്ങുന്നതിന് മുമ്പേ പാട്ടിന്റെ തുടക്കത്തിൽ അനുപല്ലവിയുടെ ഫുൾ ട്യൂണുണ്ട്. 3 മോഡുലേഷനിലാണ് ജാനകിയമ്മ പാടിയിരിക്കുന്നത്. സ്വരങ്ങൾ പാടുന്ന ഒരു മോഡുലേഷൻ വേറെ, അനുപല്ലവിയുടെ ആ വാക്കുകൾക്കനുസരിച്ച് കൊടുത്തിരിക്കുന്ന ഡൈനാമിക്സ് വേറെ. അതൊക്കെ സ്റ്റഡി മെറ്റീരിയലാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മോളെ എങ്ങനെ കൈകാര്യം ചെയ്യാം? കൈകാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ കൊച്ചുകുട്ടിയാണ്, ഇനിയും ഒരുപാട് വളരേണ്ട ആളാണ്, പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്നാവാൻ സാധ്യതയോടുകൂടി നമ്മൾ മോളെ വെയിറ്റിംഗ് ലിസ്റ്റിൽ പ്ലേസ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മൾ അടുത്തൊരു ഘട്ടത്തിൽ ഇന്നായിട്ട് മോളെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടെ താങ്ക് യു സോ മച്ച്. വെൽക്കം. ഗോഡ് ബ്ലെസ് യു.